നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് വീടുകളെ പറ്റിയുള്ള ഈ പ്രോഗ്രാമിൽ ഞാൻ കൂടുതലും നാലുകെട്ട് ആണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും ഞാൻ ഒരു നാലുകെട്ട് വീടിൻ്റെ വിശേഷം പറയുന്നതിന് മുമ്പായിട്ട് മിനിമം ഒരു നാലുകെട്ട് എന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ തച്ചുശാസ്ത്ര പ്രകാരം അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ കേരളത്തിൽ തച്ചുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മനുഷ്യാലയ ചന്ദ്രികയാണ് പ്രധാനമായിട്ടും വീടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ട് കാണുന്നത്. അതിൽ നമുക്ക് മനുഷ്യാലയ ചന്ദ്രികയിൽ തന്നെ നാലുകെട്ടെന്നുള്ള ആ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ നാലുകെട്ട് തന്നെ 9 വിധത്തിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ 9 വിധം നാലുകെട്ട് എങ്ങനെയാണ് വന്നതെന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇനിയൊരു അവസരം വാസ്തുപരമായ കാര്യങ്ങളിലേക്ക് നാലുകെട്ടും അതിൽ പ്രധാനമായിട്ട് 9 വിധം ഏതൊക്കെയാണെന്നും ഒക്കെ ഉള്ള വിശദമായിട്ട് ഞാൻ സംസാരിക്കാം, പറയുകയും ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു വളരെ പ്രത്യേകതയുള്ള വളരെയധികം പിന്നെ പ്രാധാന്യമുള്ള ഒരു നാലുകെട്ടിൻ്റെ പ്ലാനിലേക്കാണ് ഞാൻ ഇന്ന് കടക്കുന്നത്. ഈ പ്ലാന് എന്ന് പറയുമ്പോൾ ഞാൻ മാവേലിക്കരയ്ക്ക് അടുത്താണ് ഈ വീട് പണിതിട്ടുള്ളത്. അപ്പോൾ അവിടത്തേക്ക് കണക്കാക്കിയുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കി അത് പൂർത്തീകരിച്ച് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലത്തുള്ള നാലുകെട്ട് വീടുകളും പുതിയ രീതിയിൽ അത് ചെയ്യേണ്ടതിൻ്റെ ശാസ്ത്രവിധികളുമാണ് ആദ്യം നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാലുകെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു വീട് പ്ലാൻ വരച്ച് ചെയ്യുന്നത് പോലെ ലാഘവ ബുദ്ധിയിൽ ഈ നാലുകെട്ടിൻ്റെ പ്ലാൻ വരച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയതും ഇതുവരെയുള്ള എൻ്റെ അനുഭവം വെച്ചും കൊണ്ട് ഞാൻ അത്തരം അനേകം വീടുകൾ ചെയ്ത് അത് പൂർത്തീകരിച്ച് അതിൽ താമസിക്കുന്നവരുടെ അഭിപ്രായവും സന്തോഷവും ഇതെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യാലയ ചന്ദ്രൻ 9 വിധത്തിലുള്ള നാലുകെട്ടിനെ പറ്റി പറയുന്നുണ്ട്. ആ 9 വിധവും നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പഴയ കാലത്തുള്ള നിർമ്മാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു പര്യന്ത ചുറ്റ്, ഉത്തരപ്പുറം ചുറ്റ്, അതോടൊപ്പം അതിനകത്ത് മുറികളുടെ ക്രമീകരണം, ഈ നാലുകെട്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 ദിഗ്ഗൃഹങ്ങളും 4 കോൺ ഗൃഹങ്ങളും കൂടെ ചേർന്നതാണ് നാലുകെട്ടായിട്ട് വരുന്നത്. അതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. അതിൽ ഭിന്നശാലയെന്നും അഭിന്നശാലയെന്നും സംശ്ലിഷ്ട ഭിന്നശാലയെന്നും ഇങ്ങനെ 9 വിധത്തിലുള്ള നാലുകെട്ടിനെ പറ്റി വിശദമായിട്ട് മനുഷ്യാലയ ചന്ദ്രികയിലും തച്ചുശാസ്ത്ര മറ്റ് ഗ്രന്ഥങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാനിതെല്ലാം വളരെ സുദീർഘമായിട്ട് എൻ്റെ ആദ്യത്തെ ഒരു 10 വർഷത്തെ പരിശ്രമം ഗുരുകുലത്തിൽ നിന്ന് തച്ചുശാസ്ത്രം പഠിച്ചിറങ്ങിയതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പഴയ കാലത്തുള്ള നിർമ്മാണങ്ങളെല്ലാം പോയി പഠിക്കുകയും അത് വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നെ എൻ്റെ ഈ ശാസ്ത്രവിധി പ്രകാരമുള്ള വീട് മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ ഒതുങ്ങി മാറിയത്. കാരണം പിന്നെ എനിക്ക് ഒരിക്കൽ പോലും തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള ഒരു പ്ലാൻ വരയ്ക്കാനുള്ള ധൈര്യം പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം അതിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്, അതിൻ്റെ ഗുണങ്ങളും തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീടിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ 4 ചുറ്റും വരാന്തയുള്ള നടുമുറ്റത്തോടുകൂടി ഒരു വീട് പരിചയപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന അതുപോലെ തന്നെ വളരെ വലിപ്പം കൂടിയ ഒരു 4 ചുറ്റും വരാന്തയും നടുമുറ്റവും 4 ദിഗ്ഗൃഹങ്ങളും അതുപോലെ തന്നെ കോൺ ഗൃഹങ്ങളും ചേർന്ന സ്പഷ്ടമായിട്ടുള്ള ഒരു നാലുകെട്ട് വീടിൻ്റെ പ്ലാനാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാനിൽ കാണിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തച്ചുശാസ്ത്രപരമായ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. അതിൽ 3 പാർട്ടായിട്ടാണ് ഞാൻ അതിൻ്റെ കണക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ പ്രധാന അങ്കണത്തിൻ്റെ ഒരു കണക്ക്. രണ്ടാമത്, അതിൻ്റെ പ്രധാന വീടിൻ്റെ ചുറ്റളവ്. 3, വരാന്തയോട് കൂടിയുള്ള ഒരളവ്. പ്രൊജക്ഷനോടുകൂടിയ അളവ്. ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് അതിനകത്ത് ഞാൻ ഈ അളവുകളെ തരംതിരിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ നാലുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് വെച്ചാൽ 4 ദിക്ഗൃഹങ്ങൾ വേണം, 4 കോൺഗൃഹങ്ങൾ കാണും, അതോടൊപ്പം നടുമുറ്റം ഉണ്ടാവണം, അങ്കണം ഉണ്ടാവണം. അതേപോലെ തന്നെ പ്രൊജക്ഷൻസ് ഒക്കെ വരണമെങ്കിൽ അതിനും കൃത്യമായ കണക്കുകൾ വേണം. ഇത്രയും എല്ലാം കൂടെ കൃത്യമായി പാലിച്ചിട്ട് വേണം നമ്മൾ ഒരു നാലുകെട്ട് ഭവനം പണിത് താമസമാക്കേണ്ടത്. ഇവിടെ ഞാൻ പുതുതായിട്ട് കാണിക്കുന്ന ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിശാലമായ ഒരു പറമ്പിൽ അത് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളോട് കൂടി ചെയ്ത ഒരു നാലുകെട്ട് വീടാണ്. അപ്പൊ ഇതില് ഏകദേശം 1 ഏക്കർ 12 സെന്റാണ് ഇതിന്റെ ഏരിയ, വീട് നിൽക്കുന്ന ഈ സ്ഥലം. അത് വിശാലമായി പറമ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു പറമ്പിൽ ആദ്യമായിട്ട് തച്ചുശാസ്ത്ര വിധിപ്രകാരം നമ്മൾ പോയി കോമ്പസ് വെച്ച് അതിന്റെ ദിശയെല്ലാം ക്രമീകരിച്ച് അത് എവിടെയായിരിക്കണം അതിന്റെ പ്രധാന ഗൃഹം വരേണ്ടതെന്നും അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ തയ്യാറാക്കി അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പാർട്ടാക്കി തന്നെ അതിനാദ്യം നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് നടുമുറ്റം. ആ നടുമുറ്റം കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഒരു അങ്കണമുണ്ട്. അങ്കണം കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 4 കെട്ടിൻ്റെ തത്വശാസ്ത്ര പ്രകാരമുള്ള ആ തത്വം അനുസരിച്ച് കോൺഗൃഹങ്ങളും മെയിൻ ഗൃഹങ്ങളും അടക്കം അതിനെ ഡിവൈഡ് ചെയ്ത് അത് പിന്നെ നമ്മുടെ സൗകര്യത്തിന് മാത്രം അതിൻ്റെ ഭിത്തികൾക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് പൂർത്തീകരിക്കും. അത് കഴിഞ്ഞ് ചുറ്റുവരാന്തയും പിന്നെ 3 സൈഡിൽ ഇതിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ ഈ നാലുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം ദർശനം ഇത് നമ്മുടെ ഈ വീട് പണിതിരിക്കുന്നത് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2 സൈഡിലും ഒരേപോലെ 2 പ്രൊജക്ഷൻ അല്പം ഒരു കോൽ 2 അങ്കുലം ഇത് അളവിൽ 2 പൂമുഖം നമ്മൾ പ്രൊജക്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കിഴക്കോട്ടും ഉണ്ട്, പടിഞ്ഞാറോട്ടും ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു നാലുകെട്ടും കൂടെയാണ് ഞാൻ ഈ പൂർത്തിയാക്കിയ ഈ വീട്. ഇതിൽ നമുക്ക് ഞാൻ വടക്കാണ് അത് യഥാർത്ഥ അതിൻ്റെ കണക്ക് കൊടുത്ത് അതിൻ്റെ മുൻവശം നമ്മൾ റോഡിൽ നിന്ന് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ്. എങ്കിലും കിഴക്കും പടിഞ്ഞാറും കൂടി അതിന് ഒരു പ്രാധാന്യം വരത്തക്ക രീതിയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ 4 ചുറ്റും വരാന്തയോടുകൂടി കേരളീയ ശൈലിയിൽ പൂർണ്ണമായും കേരള തനിമ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു വീടാണ് നമ്മൾ ഈ നാലുകെട്ട് ഞാനായിട്ട് പണിത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാണുമ്പോൾ ഒരു പൂമുഖം. ആ പൂമുഖം കഴിഞ്ഞ് ഒരു വരാന്തയുണ്ട്. വരാന്ത 4 ചുറ്റും ഒരേപോലെ ഉള്ള വരാന്തയാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം അതിനകത്തുള്ളത് 150 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 അങ്കുലം വീതിയാണ് 3 സൈഡും. ബാക്ക് തെക്ക് വശത്ത് മാത്രം 126 സെന്റിമീറ്റർ കുറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കുറച്ച് ചെയ്തിരിക്കുന്നത്. അത് 4 ചുറ്റും ഒരേപോലെ വരാന്ത കൊടുക്കുകയും അതിന് ആവശ്യത്തിനുള്ള പില്ലേഴ്സ് ഡിസൈൻ ചെയ്ത് അത് വരാന്ത. അപ്പോൾ അത് ഒരു കണക്കായി. അത് കഴിഞ്ഞ് രണ്ടാമത്തത് വരുന്ന അതിൻ്റെ മെയിൻ ഗൃഹമാണ്. അതാണ് ആരൂഢം ആയിട്ട് നമ്മൾ നാലുകെട്ടിൻ്റെ ആരൂഢമായിട്ട് പറയുന്നത്. ആ നാലുകെട്ട് കഴിഞ്ഞ് പിന്നെ മുറികളുടെ ക്രമീകരണവും കഴിഞ്ഞിട്ട് നേരെ വരുന്നത് കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡ് ശരിക്കും പറഞ്ഞാൽ 5 അങ്കുലവും 5 അങ്കുലവും എന്നുള്ള 21 അങ്കുലം ചുറ്റളവിലാണ് ആദ്യം അങ്കണം അതിൻ്റെ നടുമുറ്റം അല്ലെങ്കിൽ കോർട്ട്യാർഡ് നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ധ്വജയുടെ കണക്ക് തന്നെ വരണമെന്നുള്ളത് നിർബന്ധമാണ്. അത് അങ്ങനെ ചെയ്യാവൂ. ഞാനത് പൂർണ്ണമായിട്ട് പാലിച്ചിട്ടുണ്ട്. അത് 21 അങ്കുലം എന്നുള്ള ചുറ്റളവിലുള്ള ഒരു കോർട്ട്യാർഡാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കോർട്ട്യാർഡ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് സമചതുരമായിട്ട് അല്ല, അല്പം ഒരു വ്യത്യാസമുണ്ട്. എങ്കിലും ഏകദേശം കണ്ടാൽ സമചതുരമായിട്ട് കാണും. പഴയ കാലത്ത് നമുക്ക് കോർട്ട്യാർഡ് 3 ടൈപ്പായിട്ട് ചെയ്യാം. ഒന്ന് സമചതുരം, ദീർഘചതുരം, കൂടുതലും അത് രണ്ടും തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ കണക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി പിന്നെ വരുന്നത് ചുറ്റും ഒരു വരാന്തയാണ്. അത് 176 സെന്റിമീറ്റർ വരത്തക്ക രീതിയിൽ ചുറ്റും വരാന്ത കഴിഞ്ഞിട്ട് അതിൻ്റെ 2 സൈഡിലും ഫാമിലി ലിവിങ് സ്പേസ് കൊടുത്ത് ആദ്യം ഈ നാലുകെട്ടിൻ്റെ പ്രധാന അങ്കണം മുതലാണ് നമ്മൾ വർക്കുകൾ തുടങ്ങുന്നത്. അതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ ഇടതുവശത്ത് ഡൈനിങ് ഹാളും വലതുവശത്ത് നമുക്ക് മൊത്തത്തിൽ 5 ബെഡ്റൂമാണ് ഈ വീട്ടിനെ സംബന്ധിച്ചുള്ള ഉള്ളത്. അത് ഇതിൻ്റെ വെസ്റ്റ് സൈഡിൽ
പടിഞ്ഞാറേ വശത്ത് 3 ബെഡ്റൂമും വടക്ക് വശത്ത് 1 ബെഡ്റൂമും അതോടൊപ്പം 1 ബെഡ്റൂം നേരെ സൗത്ത് കിഴക്ക് ഭാഗത്ത് മാറിയാണ് അത് വരുന്നത്. മധ്യസൂത്രം ഇതിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ കോർട്ട്യാർഡിൻ്റെ 2 ഭാഗത്തേക്കും എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറുള്ള ബ്രഹ്മസൂത്രവും തെക്ക് വടക്കായിട്ടുള്ള യമസൂത്രവും അതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനെ ഒരു കോട്ടം തട്ടാതെ അതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ജനൽ വാതിലൊക്കെ ക്രമീകരിച്ച് അതും പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബെഡ്റൂം മൊത്തം 5 ബെഡ്റൂമാണ് ഈ വീട്ടിനുള്ളത്. അതിൽ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ആണ് വന്നിട്ടുള്ളത്. അത് 5/22 അങ്കുലവും 6/22 അങ്കുലവും എന്നുള്ള ഒരളവിലാണ് ആ ബെഡ്റൂം ക്രമീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം തെക്ക് വശത്ത് തന്നെ 5/14 അങ്കുലവും 5/6 അങ്കുലം എന്ന് വെച്ചാൽ 21 കോൽ ചുറ്റളവിലുള്ള ഒരു ബെഡ്റൂം എന്ന് വെച്ചാൽ മാസ്റ്റർ ബെഡ്റൂം 5/22 അങ്കുലം 6/12 അങ്കുലം എന്ന് പറഞ്ഞാൽ അത് 22 കോലാണ് അതിൻ്റെ ചുറ്റളവ്. അതിൽ നിന്ന് അല്പം ചെറുതാണ് രണ്ടാമത്തെ ബെഡ്റൂം, അത് 21 കോൽ 16 അങ്കുലം. മൂന്നാമത്തെ ബെഡ്റൂം വടക്ക് കിഴക്ക് ഭാഗത്താണ്, അത് 6 കോൽ 6 അങ്കുലവും 5 കോൽ 6 അങ്കുലവും എന്നുള്ള 23 കോലിലാണ് അത് വന്നിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് 5 കോൽ 22 അങ്കുലവും 5 കോൽ 6 അങ്കുലവും എന്നുള്ള ഒരു കണക്കാണ്. അതിൻ്റെ സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 426 ഇൻറ്റു 578 സെൻറ്റിമീറ്ററാണ്. അഞ്ചാമത്തെ ബെഡ്റൂം 22 കോൽ 4 അങ്കുലവും 14 കോൽ 4 അങ്കുലവും ഉള്ള ഒരു കണക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് 426 ഇൻറ്റു 330 എന്നുള്ള അളവാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 5 ബെഡ്റൂമും പിന്നെ അത് കൂടാതെ കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോറ്, പൂജാമുറി ഇത്രയും കൂടെ ചേർന്ന ഒരു നല്ല പ്ലാനാണ്. ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ 4758 സ്ക്വയർ ഫീറ്റാണ്. ഒറ്റ നിലയാണ്. സ്റ്റെയർ കേസ് ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് ഒരു സ്റ്റെയർ ഔട്ട്സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ടവർ റൂമും കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേരുമ്പോൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ പൂർത്തിയാവും. വീടിൻ്റെ പ്ലാനും അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ അടുത്ത് വരുന്നത് വലിയൊരു വിശാലമായ പറമ്പല്ല, 1 ഏക്കർ 12 സെൻറ്റാണുള്ളത്. അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് കണ്ടിട്ടുണ്ടാവും, ഒരിക്കലും അതിര് തിരിച്ച് മന കെട്ടിയല്ല, അതിനകത്ത് കൃത്യമായിട്ട് ഒരു അതിർത്തി നിർണയം, മനയിലെ ഒരു കണക്ക് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. അത് ഇവിടെയും ഞാൻ അത് പാലിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഒരു ബൗണ്ടറി ആയിട്ട് അതിനകത്ത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അളവെന്ന് പറയുമ്പോൾ അതിൽ ഒരു സൈഡ് വടക്ക് വശം 14 കോൽ 22 അങ്കുലവും കിഴക്ക് വശം 11 കോൽ 10 അങ്കുലവും തെക്ക് വശം 14 കോൽ 4 അങ്കുലവും പടിഞ്ഞാറ് 11 കോൽ 4 അങ്കുലവും എന്നുള്ള അകലം വെച്ചിട്ടാണ് അതിൻ്റെ മനയുടെ ചുറ്റളവ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് 54 കോൽ 18 അങ്കുലവും അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ 39.42 മീറ്ററും തെക്ക് വശത്തെ സൈഡിൽ നിന്ന് 54 കോൽ 18 അങ്കുലം 39.42 ഉള്ള ഒരു കണക്ക് വെച്ചിട്ടാണ് അതിൻ്റെ മനയുടെ കണക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കണക്കുകളും അതിൻ്റെ പ്ലാനും അതിൻ്റെ തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള അളവുകളെ പറ്റി ആണ് ഞാൻ ഇതുവരെ നിങ്ങളുടെയായിട്ട് വിശദമായിട്ട് സംസാരിച്ചത്. ഈ വീടിൻ്റെ മറ്റ് വിശേഷങ്ങൾ, ഇത് ഇത്തിരി നല്ലൊരു വീടായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ മറ്റ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.